സോ ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ 250. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞു. ഏകദേശം 600 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്മോൾ റിവ്യൂ നമ്മൾ പറഞ്ഞുതരാം. അതായത് വണ്ടിയെ പറ്റിയിട്ട് തന്നെ നമുക്ക് TFT ഡിസ്പ്ലേ നിന്ന് തുടങ്ങാം. ഈ TFT ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് 390Xനും 390Sനും ഒക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന കുറച്ച് സെറ്റപ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. ABSൽ വരുന്നത് 2 മോഡാണ്. ഒന്ന് റോഡും അതേപോലെ തന്നെ ഓഫ് റോഡും. ഓഫ് റോഡിൽ നമ്മുടെ റിയർ ABS ഓഫ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ 2 മോഡ് വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡും റെഡ്യൂസ്ഡും. കുറച്ചും കൂടി എനിക്കിഷ്ടപ്പെട്ടത് സ്റ്റാൻഡേർഡ് മോഡാണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. അതായത് നമുക്ക് വണ്ടിയുടെ മീൻസ് ടെമ്പറേച്ചർ, ഫ്യൂവൽ, അതേപോലെ തന്നെ ബാറ്ററി ഹെൽത്തൊക്കെ നമുക്ക് മനസ്സിലാവും. കളർ ചേഞ്ചിങ് വരും അതിൽ. അതേപോലെ തന്നെ പിന്നെ കണക്ടിവിറ്റിയാണ് വരുന്നത്. അത് നമുക്ക് ഫോണിലും ഇൻ്റർകോമിലൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് ക്വിക്ക് സെലക്ടറും അതേപോലെ ഫേവറേറ്റും ഷിഫ്റ്റ് ലൈറ്റും ഒക്കെയാണ് വരുന്നത്. ഈ ഷിഫ്റ്റ് ലൈറ്റ് നമുക്ക് 1000 കിലോമീറ്റർ കഴിഞ്ഞാലേ ഇത് ഓണാവുള്ളൂ. അതേപോലെ തന്നെ പിന്നെ നമുക്കൊരു കാര്യം വരുന്നത് ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഓഫും ചെയ്യാം ഓണും ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 4000 RPM കഴിഞ്ഞിട്ട് ഓൺ മീൻസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് പറയണം. പിന്നെ നമുക്ക് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. നല്ല അടിപൊളി കൺട്രോൾ സ്വിച്ചസ് വരുന്നുണ്ട്. നല്ല പക്ക കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വിൻഷീൽഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചും വരുന്നുണ്ട്. അടിപൊളിയല്ലേ സാധനം.